എനിക്ക് അത്ഭുതം തോന്നിയത് വേറൊന്നാണ്. നമ്മളുടെ അൽ ജസീറ ടി വി, ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് അൽ ജസീറ പതിവായിട്ട് കാണുന്നുണ്ട്. അൽ ജസീറ എന്ത് പ്രചരണം, ബില്യൺസ് ഓഫ് റുപ്പീസ്. ബില്യൺ റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര, 1000 കോടിയോ മറ്റാണ്. അതിൻ്റെ ഇത് നടക്കുന്നു പറഞ്ഞാൽ അൽ ജസീറ വലിയ ബഹളമാണ്. അൽ ജസീറ ഇതിന് മുമ്പ് വെച്ച ബഹളമായിരുന്നു നമ്മളുടെ ധർമ്മസ്ഥല. അൽ ജസീറയ്ക്ക് എന്ത് ഈ ധർമ്മസ്ഥലയിലും രാമക്ഷേത്രത്തിലുമൊക്കെ ഇത്ര വലിയ വാശി? അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് ഇവരുടെ ഗ്യാങ് ഇറങ്ങിക്കഴിഞ്ഞു. ഹിന്ദു മൂവ്മെൻറ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയുമായിട്ട് ഇവർ മുന്നോട്ട് വരികയാണ്. അതിൽ എനിക്ക് മനസ്സിലാകാത്തൊരു സംഭവം, രാഹുൽ ഗാന്ധി ഇന്ന് വരെ ഇതിനകത്ത് ഖണ്ഡിതമായൊരു അഭിപ്രായം പറയുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡെലിഗേഷൻ അയോധ്യയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഗുണം പിടിച്ചില്ല. ബട്ട് രാഹുൽ ഗാന്ധി നോക്കി, ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പൊതുവേ സൈലൻ്റാണ്. സംസാരിക്കുന്ന ജയറാം രമേശ് അല്ലെങ്കിൽ പവൻ ഖേഡ ഇവരൊക്കെയാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഒരു തവണയോ മറ്റോ പറഞ്ഞു. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രശ്നം, ഒരു സീനിയർ അഡ്വക്കേറ്റ് അത് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞവരൊക്കെ SITയുടെ മുമ്പിൽ ഹാജരാകണം. അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നോ മറ്റോ നടന്നു മറിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ. ഈ പറഞ്ഞ ആൾക്കാർ SITയുടെ മുമ്പിൽ ഹാജരായിട്ട് ഇതിന് തെളിവ് കൊടുക്കണം. അതല്ല, തെളിവില്ലെങ്കിൽ തെളിവില്ലാതെ ഞാനൊരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് മാറും. അത് ന്യായമായൊരു കാര്യമല്ലേ? ഇവരൊക്കെ ഇങ്ങനെ ഈ ഗുണ്ടടിച്ച് രക്ഷപ്പെടരുത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സമയത്താണ് രമേശ് ചെന്നിത്തല ഒരു ഗുണ്ടടിച്ചു, SITക്ക് എഴുതി കൊടുത്തു. D മണി അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനാണ്, വിഗ്രഹക്കടത്തുകാരൻ D മണി, ദിണ്ടുക്കൽ മണി, ദാവൂദ് മണി. അവിടെ പോയി ഒരു പാവം തമിഴിനെ പിടിച്ചുകൊണ്ട് വന്നു. അയാളുടെ കൂടെ വേറൊരു തയ്യൽക്കാരനുണ്ട്, ആകെ 150 രൂപ ഒരു ദിവസം. അവന് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരൻ. ഇയാളിവിടെ ഒന്ന് കരയുക ചെയ്തു മാധ്യമങ്ങളുടെ മുമ്പിൽ. എന്തൊരു കഷ്ടം. ഒന്നുമേ പണ്ടേ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തൊരു 3-4 ദിവസം അവരെ ചോദ്യം ചെയ്ത് ഇപ്പോൾ അവരുടെ എവിടെ പോയി? ആർക്കും അവരെ വേണ്ട. ഇപ്പോൾ SIT വിട്ടു, രമേശ് ചെന്നിത്തല വിട്ടു, ഹൈക്കോടതി വിട്ടു, സകലതും വിട്ടു. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞ ആൾക്കാർ രക്ഷപ്പെടുന്നത് മര്യാദയാണ്. അങ്ങനെ കഥയുണ്ടാക്കിയ ആളിനെ പിടിച്ച് നമ്മൾ ആഭ്യന്തരമന്ത്രിയാക്കിയിരിക്കുക രമേശ് ചെന്നിത്തല. അങ്ങേര് പറയുന്ന അങ്ങേരുടെ ഒരു കൂട്ടുകാരനാരോ ഗൾഫിൽ, പുള്ളിയാണ് വിവരം കൊടുത്തത്. അയാളെ വിളിക്കണ്ടേ ഗൾഫിൽ നിന്ന്? തനിക്ക് എവിടെ നിന്ന് കിട്ടിയിടോ വിവരം? ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഹൈക്കോടതി നിയമിച്ച ടീമിനെ വഴിതെറ്റിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ്. ഒന്നുകിൽ ഇയാൾ ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണം, അതല്ലെങ്കിൽ വഴി തെറ്റിക്കാൻ ശ്രമിച്ചതിന് അയാളെ ശിക്ഷിക്കണം. പകരം അയാളും അയാളുടെ കൂട്ടുകാരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇതുപോലത്തെ D മണി കളി അവിടെയും നടക്കുന്നുണ്ട്. ഞാൻ 600 കിലോ വെള്ളി കൊടുത്തിരുന്നു, ആർക്കാ പറയാനുള്ളത്? അതെവിടെയെന്ന് ചോദിക്കുക. എനിക്ക് രസീത് തന്നില്ല എന്ന് പറയും. ഒരു സാധനം കൊടുക്കുമ്പോൾ രസീത് മേടിക്കണ്ടേ? രസീത് പിന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പോയെന്താ അവിടെ നിന്ന്? എന്നിട്ട് 4 വർഷം ഇപ്പോഴാണ് രസീത് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഈ D മണി കളികൾ ഒരുപാട് നടക്കുന്നു. ഇത് വെച്ചിട്ട് മൊത്തം ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ തിരിച്ചടിക്കാം എന്നുള്ളതാണ് അവരുടെ കാൽക്കുലേഷൻ. പക്ഷേ അത് സാധിക്കാതെ വരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അത് ദുർബലമായിട്ട് വരുന്നു. ഇനിയിപ്പോൾ SIT കറക്റ്റായിട്ട് ഈ അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ തുകയും സംഗതിയൊന്നും ഉണ്ടാകുമെന്ന്. ഇനി എത്രയുണ്ടെങ്കിലും അത്രയും, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ഇതിൽ സംഭവിക്കാനില്ല. ഒരു മോഷണം നടന്നു, അത് പിടിച്ചു. വേണമെങ്കിൽ FIR ഫയൽ ചെയ്യാൻ താമസിച്ചു എന്ന് പറയാം. കവടിയാർ കൊട്ടാരം താമസിച്ച പോലെ ഒന്നും രാമക്ഷേത്ര ട്രസ്റ്റ് താമസിച്ചിട്ടില്ല. അവർ 2 മാസം താമസിച്ചു, ഇവർ 6 ദിവസവും മറ്റോ താമസിച്ചു. ഇതാണ് വന്നും പോയും ഇതിനകത്തൊരു ഇഷ്യൂ ആയിട്ട് പറയാവുന്നത്. കഴിഞ്ഞ ആഴ്ച ഫയൽ ചെയ്യാവുന്ന FIR ഈ ആഴ്ചയായി, എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്യൂ ഉണ്ടാക്കുക. അതിൽ കവിഞ്ഞൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായി. ഇപ്പോൾ ചമ്പത് റായ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞല്ലോ. അപ്പോൾ ചമ്പത് റായ് ഇത് പെട്ടിക്കണക്കിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ കൊണ്ടുപോയി ആർക്ക് കൊടുക്കാനാണ് എന്നൊരു ചോദ്യം ഉണ്ടായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അത് വിശ്വസിക്കില്ല. അല്ല, അത് ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് D മണിയെ വിശ്വസിച്ചില്ല ആൾക്കാർ കുറച്ച് ദിവസമെങ്കിലും. ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അദ്ദേഹമാണെങ്കിൽ ഇതുപോലത്തെ ഈ മീഡിയ ഓൺസ്ലോട്ടൊന്നും ശീലമില്ലാത്ത മനുഷ്യരാണ്. അവരൊക്കെ നിലത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, മണ്ണും പൊടിയും ഒക്കെ ആയിട്ട് കഴിയുന്നത്. 4 മീഡിയക്കാർ അങ്ങനെ ഇട്ട് വറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വിഷമിച്ചു പോകും. അതുകൊണ്ടാണ് പുള്ളി മീഡിയയുടെ മുമ്പിൽ ഹാജരാകാത്തത്. എന്തുകൊണ്ട് ചമ്പത്രായിക്ക് ധൈര്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞുകൂടാ? എൻ്റെ അമ്മോ, മാധ്യമങ്ങളുടെ മുമ്പിൽ ചെന്നാലത്തെ സ്ഥിതി അറിയാമല്ലോ, കുത്തിപ്പറിക്കുന്ന മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ബാക്കിയുള്ളൊരു പുള്ളി ഒരു പക്ഷേ പുള്ളിയുടെ നേച്ചർ അനുസരിച്ച് എന്താ എവിടെയാണ് പറയേണ്ടത്, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്ന ആൾ. ചേട്ടാ പോകരുത്, പോയാൽ അവിടെ ഇല്ലാത്ത പ്രശ്നം മുഴുവൻ ഉണ്ടാക്കും എന്ന് ആരെങ്കിലും അഡ്വൈസ് കൊടുത്തു കാണും. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഞാനാണെങ്കിൽ പറയും, ചമ്പത്രായി പോകരുത്. മാധ്യമങ്ങളുടെ എന്ത് മര്യാദയാണ് ഉള്ളത് അവർക്ക്? അവരെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടാത്ത കഥകൾ ഉണ്ടാക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും.